friends, welcome to Competitive Cracker and Srigala. 2026 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെഗാ വിജ്ഞാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ LD വിജ്ഞാപനം അല്ലേ. 2026 ഡിസംബർ അവസാനത്തോടു കൂടി വരും എന്ന് ഉറപ്പുള്ള ഒരു വിജ്ഞാപനമാണ് നമ്മുടെ LD വിജ്ഞാപനം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങി. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് എത്രയാണ് ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്, എങ്ങനെ നമുക്ക് പഠിച്ചാൽ അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടും, നിയമന നിലയെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ത്രൂ ഔട്ട് കാണുക. അപ്പം ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ LDയുടെ സ്റ്റാറ്റസ് നോക്കാം. 503/2023 കഴിഞ്ഞ പ്രാവശ്യത്തെ വിജ്ഞാപനം. ഇതിന്റെ പേ സ്കെയിൽ എല്ലാവർക്കും അറിയുന്നതാണ്. 26,500 മുതൽ 60,700 വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. ജില്ലാതലത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. എക്സാം ഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം 21/7/2024 19/10/2024 ഇടയിലാണ് നടന്നത്. ഇനി റാങ്ക് ലിസ്റ്റ് എന്താ പറയുക, നിലവിൽ വന്നത് 1/8, അതായത് August 1, 2025 നമ്മളുടെ എന്തെന്ന് വന്നത്, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത് 31/7/2028, 3 വർഷത്തെ കാലാവധി എന്ന് പറയുമ്പോൾ 2028 ഇതിന്റെ എക്സ്പയറി. സോ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1 വർഷം ആയിട്ടില്ല അല്ലെ. August 1, 2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് 1 വർഷം പോലും ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ആയിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല തരത്തിൽ തന്നെ നിയമനം നടന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 58, കൊല്ലം 56, പത്തനംതിട്ട 53, ആലപ്പുഴ 37, കോട്ടയം 70, ഇടുക്കി 43, 73 നിയമനം എറണാകുളത്ത്, തൃശ്ശൂർ 85, പാലക്കാട് 52, മലപ്പുറം 70, കോഴിക്കോട് 46, വയനാട് 25, കണ്ണൂർ 49, കാസർഗോഡ് 19. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു നിയമനം നടന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 1 വർഷത്തിനുള്ളിലാണ്. ഇലക്ഷൻ നടക്കാനിരിക്കുന്ന സാഹചര്യമാണ്. ഇനി LD വിജ്ഞാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ മാറി മറിഞ്ഞു വന്നോട്ടെ, സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും LD വിജ്ഞാപനം അല്ലെങ്കിൽ LD നിയമനങ്ങൾ നടന്നേ പറ്റുള്ളൂ. അത് വളരെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എത്രയൊക്കെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ PSC കടന്നുപോയാൽ തന്നെയും LD നിയമനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു നിയമനം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ മാർക്കും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ട് എങ്കിൽ ഏകദേശം 70 മാർക്കിനാണ് GK പ്ലസ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. 70 മാർക്കിന് GK പ്ലസ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാത്സും മെന്റൽ എബിലിറ്റിയും കൂടെ 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, അങ്ങനെ 100 മാർക്കിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒറ്റ പരീക്ഷയാണ്. പ്രിലിംസും മെയിൻസും ഇല്ല. LD ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് പാസ്സാകാവുന്ന ഒരു പരീക്ഷയാണ്. 10ാം തലത്തിലുള്ള പരീക്ഷയാണ്. അപ്പം ഒരുപാട് അങ്ങനെ ടഫോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കുന്ന ഒരു എക്സാം അല്ല. ഡിഗ്രി ഉള്ളവർക്കും എഴുതാവുന്ന ഒരു പരീക്ഷയാണ്. എല്ലാ അർത്ഥത്തിലും എഴുതുന്ന എല്ലാവർക്കും ഈക്വലി നല്ല രീതിയിലുള്ള ജോലി സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ LD ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ നമുക്കറിയാം 70 മാർക്ക് നമുക്ക് അവിടെ GKയും CAയും കിടക്കുന്നുണ്ട്. GK എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ വിഷയങ്ങളും ഉണ്ട് അല്ലെ, ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു 10ഉം 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 30 മാർക്ക്, ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം കട്ട് ഓഫ് മാർക്ക് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കിക്കേ, കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 72.67, കൊല്ലം 58.33, പത്തനംതിട്ട 58.33, ആലപ്പുഴ 62.67, കോട്ടയം 64.67, ഇടുക്കി 62.33, എറണാകുളം 67.67, തൃശ്ശൂർ 60.33, പാലക്കാട് 64, മലപ്പുറം 66, കോഴിക്കോട് 69, വയനാട് 67.67, കണ്ണൂർ 57, കാസർഗോഡ് 59. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഏകദേശം 57നും അതുപോലെ തന്നെ 72നും ഇടയിലാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് കിടക്കുന്നത്. സോ ഈ കട്ട് ഓഫ് മാർക്കിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സിലബസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 30 മാർക്ക് വളരെ ഈസിയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന 30 മാർക്കാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അതോടൊപ്പം തന്നെ നമ്മളുടെ GK പ്ലസ് കറണ്ട് അഫയേഴ്സ്. അത് നിങ്ങൾ വിചാരിക്കുന്ന 72 മാർക്ക് കട്ട് ഓഫ് അല്ലേ? അങ്ങനെയല്ല, 10ാം തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിന്റെ ടഫ്നെസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു കട്ട് ഓഫ് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ടുള്ള പഠനമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ LD വിജ്ഞാപനം ഇപ്പോൾ CC സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എന്താ പറയുക, ഒരുപാട് ബാച്ചുകളായി LD പോലുള്ള വിഷയങ്ങളിൽ ഒരുപാട് ബാച്ചുകളായി. കാരണം 10ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾ
നമ്മുടെ ലേഡീസ് വീടുകളിൽ ഒരു ബ്രേക്കിന് ശേഷം ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരമായിട്ട് അവർ കാണുകയും ഇതിനു വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ LD ക്ലർക്ക് നല്ലൊരു അവസരമായിട്ട് എല്ലാവരും ഇതിനെ കാണുക. ഒരു കരിയർ സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കാരണം ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്ന വളരെ വലിയ പ്രൊമോഷൻ സാധ്യതയാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ സാധ്യതയെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു സ്ഥിര വരുമാനം, ഗവൺമെൻറ് ജോലി നമ്മുടെ ജില്ലയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജില്ലയിൽ, നിങ്ങൾക്ക് ഏത് ജില്ലയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജില്ലയിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് കയറാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിയമനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സർക്കാർ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും LD വിജ്ഞാപനം അല്ലെങ്കിൽ LD നിയമനം നടന്നേ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിലുള്ള നിയമനം നടക്കുകയും അതുപോലെ തന്നെ അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ്, നിങ്ങൾ പഠിക്കുന്ന ഏത് റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ്, അടുത്ത റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതായത് 3 വർഷത്തിന് ശേഷം നിലവിൽ വരാൻ പോകുന്ന 2028 നിലവിൽ വരാൻ പോകുന്ന 2025 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ നിന്ന് അവിടെ നിന്ന് 3 വർഷം കൂട്ടുമ്പോൾ 2028 നിലവിൽ വരാൻ പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. LD പരീക്ഷയിലെ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ ഓരോ ജില്ലയിലെയും ആപ്ലിക്കൻസിന്റെ എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടതാണ്. കണ്ടോ, തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 1,39,187 പേര്, കൊല്ലം 83,000-ലധികം ആൾക്കാർ, പത്തനംതിട്ട 38,000-ലധികം ആൾക്കാർ, ആലപ്പുഴ 62,000-ലധികം ആൾക്കാർ, കോട്ടയം 43,000-ലധികം ആൾക്കാർ, ഇടുക്കി 32,000-ലധികം ആൾക്കാർ, എറണാകുളം 81,000-ലധികം, തൃശ്ശൂർ 73,000-ലധികം, പാലക്കാട് 83,000-ലധികം, മലപ്പുറം 96,000-ലധികം, കോഴിക്കോട് 96,000-ലധികം, വയനാട് 29,000-ലധികം, കണ്ണൂർ 66,000-ലധികം, കാസർഗോഡ് 36,000-ലധികം. അപ്പൊ ഈ കണക്കും നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട ഒരു കണക്കല്ല. LD പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കുന്നവരുണ്ട്? ഇതിൽ എത്ര പേര് ഈ ഒരു പഠനത്തെ സീരിയസ് ആയിട്ട് കാണുന്നവരുണ്ട്? വളരെ കുറച്ച് പേരാണ് ഈ ഒരു പരീക്ഷയെ അതിൻ്റെതായിട്ടുള്ള ലെവലിൽ സീരിയസ്നെസ്സോട് കൂടി കാണുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത്, ഒരുപാട് സമയമൊന്നും ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസിൽ നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. വിജ്ഞാപനം 2026 ഡിസംബറിൽ വരികയും 2027 ഒരു ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ പരീക്ഷ നടക്കുകയും ചെയ്യും. സോ നന്നായിട്ട് തന്നെ പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. വലിയൊരു അവസരമാണ്. ഇപ്പോഴേ പഠിക്കേണ്ട കാര്യം ഈ പരീക്ഷയ്ക്ക് ഉണ്ട്. ഈ പരീക്ഷ അത് അർഹിക്കുന്നു. അതിലെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എല്ലാം ഇതിന് വളരെയധികം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. CCA സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബിഗ് ഡേയ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 10ാം വർഷമാണ്. 2014 നിന്നും 2026 എത്തുമ്പം ഞങ്ങളുടെ 10ാം വർഷമാണ്. ഈ 10ാം വർഷത്തിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ ഞങ്ങളിലൂടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് സർവീസിലേക്ക് എത്തി എന്നൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാവുന്ന സന്തോഷത്തിലേക്ക് അപ്പുറമാണ്. അപ്പോൾ നമ്മുടെ ഈ 10 വർഷത്തിൻ്റെ ആഘോഷങ്ങളുടെ തുടക്കം എന്നോണം CC ബിഗ് ഡേയ്സ് എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. CC ബിഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് CCയിലേക്ക് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് CC ബിഗ് ഡേയ്സ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ സത്യം പറഞ്ഞ ഒരു മാമാങ്കം തന്നെയാണ്. ഞങ്ങളെല്ലാവരും വളരെയധികം ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുട്ടികളെ കാണാൻ സാധിക്കുന്നു, കൂടുതൽ കുട്ടികളിലേക്ക് നമ്മളുടെ ക്ലാസ്സുകൾ എത്തുന്നു. ഇതെല്ലാം തരുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. സോ CC ബിഗ് ഡേയ്സിന് ഭാഗമാകാൻ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മളുടെ ബോർഡ് നമ്പർ സിലബസ് കൃത്യമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ മോക്ക് എക്സാംസും മോഡൽ എക്സാംസും അങ്ങനെയെല്ലാം ഒരു പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ടോട് കൂടി, മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളാണ് നമ്മുടെ മെൻറ്ററായിട്ട് വരുന്നത്. സോ അവരോട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ച് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. സോ നമ്മുടെ LD ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ കാണാം. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്. Download now CC Learning app.